ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിനെ അടക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. നീ തിരിച്ചു വന്നാൽ, ദൈവസ്നേഹത്തിലായിരുന്ന നീ ദൈവസ്നേഹത്തിൽ നിന്ന് വളരെ ദൂരെ അകന്നുപോയി. നീ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ, തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നോമ്പ് കാലഘട്ടം ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്, മാനസാന്തരത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ആണ് പറഞ്ഞു വെച്ചത്, ദൈവം നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാം. രണ്ടാമത് പറയുന്നത്, സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. നല്ല കാര്യങ്ങൾ സംസാരിച്ചാൽ, നല്ല വാക്കുകൾ ഉച്ചരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പോലെ നീ മാറും. നീ സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാക്ക് പോലെ മനുഷ്യർക്ക് തോന്നും. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തനേൻ്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കാണ് എന്നുള്ളത് തിരിച്ചറിയും. അവരുടെ ജീവിതത്തിൽ ധൈര്യവും ആത്മധൈര്യവും പ്രത്യാശയും സന്തോഷം കൊടുക്കുന്ന വാക്കുകളാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കുകളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം ഞാൻ ഷെയർ ചെയ്തപ്പോൾ വചനം ശ്രവിച്ച ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞതാണല്ലോ. ഞാൻ പറഞ്ഞു, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ കൈകൾക്ക് ബലം കൊടുക്കണം, നിന്റെ കാൽമുട്ടോ തളർന്നിരിക്കുമ്പോൾ ഒരു ഊന്നുകൂടിയായി നീ മാറണം, നീ ഭയപ്പെടേണ്ട, നീ ധൈര്യം അവലംബിക്കണം എന്ന് പറയണം എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്. ആ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന് ഉണർവ് നൽകുന്നതാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയുക. അവിടെ ഞാൻ അഹങ്കരിക്കേണ്ട കാര്യമില്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ദൈവത്തിന് സംസാരിക്കുവാൻ ഇന്നെൻ്റെ അധരത്തിലൂടെ ദൈവം സംസാരിക്കുന്നു എന്ന് കണക്കാക്കുക. തിന്മയായിട്ടുള്ളതാണ് ഞാൻ പറയുന്നതെങ്കിൽ, മനുഷ്യർക്ക് അരോചകം ഉണ്ടാകുന്നതും സമാധാനം ലഭിക്കാത്ത വാക്കുകളുമാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ നാവായി ഞാൻ മാറിയിട്ടില്ല. ഞാൻ തന്നെയായി മാറുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ തിന്മയുടെ ആത്മാവിനാൽ പ്രേരിതനായി ഞാൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം പറഞ്ഞത് ഇപ്രകാരമാണ്: സദ്വചനങ്ങൾ നീ സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ ഒരിക്കലും അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഹല്ലേലൂയ. നിന്നെ ശ്രവിക്കുവാൻ അനേകരും നിന്റെ പക്കലേക്ക് വരും, നീ അവരുടെ പക്കലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ട് വരികയില്ല. നാവിനെ നിയന്ത്രിക്കുവാനും, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ കേട്ടു, നാവിന് കടിഞ്ഞാണിടണമേ, അഭയശിലയും വിമോചകനുമായ ദൈവത്തിലാണ് ഞാൻ ആശ്രയം വെക്കുന്നത്. എൻ്റെ സംസാരവും എൻ്റെ ഹൃദയവിചാരങ്ങളും ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായി മാറണം. ഇവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. ദൈവമേ,
എൻ്റെ അധരത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. സദ്വചനങ്ങൾ പറയാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഉണർവിൻ്റെ വരം നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.